അംബേദ്കർ തിരികെ വന്നാലും ഭരണഘടന മാറ്റാനാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടന മാറ്റുമെന്ന് പ്രതിപക്ഷം നുണ പ്രചരിപ്പിക്കുകയാണ്. രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്ത് നൽകുന്നതാണ് ഭരണഘടന. രാമായണത്തിലും ഗീതയിലുമുള്ള വിശ്വാസം പോലെയാണ് ഭരണഘടനയിൽ ഞങ്ങൾക്കുള്ള വിശ്വാസമെന്നും മോദി പറഞ്ഞു. झूठ फैलाते हैं, संविधान बदल देंगे, संविधान बदल देंगे। बीजेपी तो क्या, स्वयं बाबा साहब आंबेडकर भी इस संविधान को नहीं बदल सकते हैं। ये जो संविधान इतना महान बना है, ये जो संविधान हमें देश को आगे ले जाने की ताकत देता है, और हमारा देश ऐसा है जो रामायण में आस्था रखता है, महाभारत में आस्था रखता है, गीता में आस्था रखता है, वो आज के युग में संविधान के प्रति भी उतनी ही आस्था रखता। ശരത് കെ ശശി കൂടുതൽ വിവരങ്ങൾ നൽകും. ശരത്, ഇപ്പോൾ ഇവിടെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിലാണ് മോദി ഭരണഘടന വീണ്ടും ആവർത്തിക്കുന്നത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടന മാറ്റി എഴുതുമെന്നുള്ള വാദം നേരത്തെ അമിത്ഷായെ പോലുള്ള പ്രധാനപ്പെട്ട BJP നേതാക്കൾ തന്നെ ഉയർത്തിയിരുന്നതാണ്. സ്മൃതി, ബീഹാറിലെ ഗയയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ BJP 3-2 സീറ്റുകൾ സ്വന്തമാക്കാൻ ലക്ഷ്യമിടുന്നതിന് പിന്നിൽ ഭരണഘടന മാറ്റിയെഴുതാനുള്ള താൽപ്പര്യമാണ് എന്ന് BJP സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ നേതാക്കളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രസംഗിക്കുകയും അത് BJP നേതൃത്വത്തിന് തന്നെ വലിയ തലവേദനയാവുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷം ഇത് ആയുധമാക്കിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഭരണഘടന മാറ്റുമെന്ന പ്രചരണം പ്രതിപക്ഷം ബോധപൂർവ്വം അഴിച്ചുവിടുകയാണ്. ഇതൊരു നുണപ്രചരണമാണ് എന്നതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷം ഈ നുണപ്രചരണം അവസാനിപ്പിക്കണം എന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. BJP എന്നല്ല, ഇനി ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ തിരികെ വന്നാലും ഭരണഘടന മാറ്റാനാകില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാമായണത്തിലും മഹാഭാരതത്തിലും ഗീതയിലും എന്താണോ BJPക്കുള്ള വിശ്വാസം, അതേ വിശ്വാസം തന്നെയാണ് ഭരണഘടനയോടും ഉള്ളത് എന്ന് ഈ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നേരത്തെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ദിവസം ആചരിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം താൻ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ജനുവരി 26 ആഘോഷിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പ്രത്യേകം അത്തരമൊരു ആഘോഷം വേണ്ടതില്ല എന്ന നിലപാടായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ സ്വീകരിച്ചതെന്നും മോദി ചൂണ്ടിക്കാണിച്ചു. 2047 രാജ്യത്തെ വികസിത ഭാരതമാക്കുകയാണ് BJPയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തേക്കുള്ള വഴികാട്ടിയാണ് ഭരണഘടനയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഈ സനാതന ധർമ്മത്തെ അപമാനിക്കുന്നവരാണ് പ്രതിപക്ഷം. ആ സനാതന ധർമ്മം വിശ്വസിക്കുന്ന 80-90% വരുന്ന ആളുകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് എന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.